ഇതൊക്കെ ഇങ്ങനിട്ട് നശിപ്പിച്ച് കളയാതെ ഇവിടെ ദാണ്ട് ഈ ഗ്രൗണ്ട് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദാണ്ട് ഇതും കൂടെ അങ്ങ് മൂടുന്നതായിരിക്കും നല്ലത്. എന്തിനാ ഇവിടെ ഈ അസുഖങ്ങൾ പടർത്തുന്നത്, ഈ വെള്ളം കെട്ടിക്കിടന്ന് ഈ അസുഖം പടർത്തുന്നത്? ഇത് 60 തോടാണ്. എന്തും മനോഹരമായിട്ട് കിടന്നൊരു തോടാണ്. ഇതിൻ്റെ അവസ്ഥ ഇന്നത്തെ കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ഇടാതെ ഒന്നെങ്കിൽ ഇത് നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മൂടിക്കളെ. എന്തിനാ രോഗങ്ങളൊക്കെ വരുത്തുന്നത്? പാണ്ടിശാലക്കടവ് തോടാണ്, നിങ്ങൾ കണ്ടോ? ഇത് ഒരു 2-2.5 മാസമേ ആയുള്ളൂ ലക്ഷങ്ങൾ മുടക്കി ഇതിൻ്റെ അകത്ത് പോള വാരിയിട്ട്. ഒരു പുതിയ സാധനം ഞാൻ കാണുന്നുണ്ട്, കൂവളം, കരിങ്കൂവളം എന്നാണ് ഇവിടുത്തുകാർ ഇപ്പം എൻ്റെയൊക്കെ പറഞ്ഞത്. ഇത് വന്ന് ഇപ്പം അങ്ങ് നിറഞ്ഞിരിക്കുക. ഇതിന് വാരിയ ആൾ ഇതിൻ്റെ വിത്ത് വിതറിയതാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ വെച്ചാൽ ഉടനെ അവന് അടുത്ത പണി കിട്ടണ്ടേ. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത്. ഇത് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1-2 പേരെ ശമ്പളത്തിന് വെച്ചാൽ അവരുടെ കുടുംബവും ഉപജീവനമാർഗം നടക്കും. ഇവിടെ മനോഹരമായ രീതിയിൽ തെളിഞ്ഞ വെള്ളവും കിടക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ നാടിനെ നശിപ്പിക്കുന്നത്? ഇതിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നോർത്താണോ നിങ്ങളിങ്ങനെ ഈ വർഷം അല്ലെങ്കിൽ 6 മാസം കൂടി ഇരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ബഹളം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ പോള വാരിയിട്ട് നിങ്ങളുടെ ഭണ്ഡാരം നിറയ്ക്കുന്നത്? ഓക്കെ, 2.5 മാസമേ ആയുള്ളൂ ഇവിടെ ആഴം കൂട്ടലെന്നും പറഞ്ഞൊരു പരിപാടി നടത്തിയാണ്ട് ആ ബണ്ടയിലൊക്കെ കുറേ മണ്ണും വാരി വെച്ച് ലക്ഷങ്ങൾ മുടക്കി ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇത്. വീണ്ടും നേരത്തെ ഇവർ വാരിയതിനെക്കാട്ടിലും കൂടുതൽ സാധനം വന്നു. ഞാൻ ഈ പറഞ്ഞ പുതിയൊരു വെറൈറ്റി തമിഴ്നാട്ടിലെ കാബേജ് പോലൊക്കെ ഇരിക്കുന്നൊരു സാധനവും വന്ന് കയറിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ നാട്ടിൽ ജനങ്ങളെ കളിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ടും മേടിച്ച് ഈ കയറിയിരിക്കുന്നത്? നല്ലൊരു തോടായിരുന്നു, നശിപ്പിച്ച്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ഇതിനു വേണ്ടി ഒരാളെ കണ്ടെത്തുക. അവരെയും കൊണ്ട് ഇത് അങ്ങേ അറ്റം മുതൽ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല തെളിവുള്ളതായിട്ട് കിടക്കും. ഈ ഏരിയ താമസിക്കുന്ന 10 വീട്ടുകാർക്ക് ചൂണ്ടയിലും ഇടാം. മറ്റുള്ള രോഗങ്ങളും ഉണ്ടാകത്തില്ല. ഇവിടെ ക്യാൻസറൊക്കെ പടർന്നു പിടിക്കും ഈ രീതി. ഈ വെള്ളത്തിന് ഒഴുക്കില്ലാതെ ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ